പക്ഷേ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. ബാബു പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ അതിനുശേഷം കെ മുരളീധരനിലൂടെ ഒക്കെ ആ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്ത് അത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ആ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരുടെ ഒരു നേതാവ്, ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ കെ മുരളീധരനെ കടത്തി വെട്ടുന്ന ഷാഫി പറമ്പിൽ അത്ര മോശം ട്രാക്ക് റെക്കോർഡല്ല തെരഞ്ഞെടുപ്പിലുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം മെട്രോ മാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള വോട്ടുമറിയലുകളും വന്ന് നടന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ പാലക്കാട് അങ്ങനെയാണ് ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ആര് വരുന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഷാഫി പറമ്പിൽ വരുന്നത്. അങ്ങനെ ഒരു ഷാഫിയെ കൊണ്ടിറക്കിയ സമയത്ത് വടകരയിൽ ഉണ്ടായ ഒരു വൈബ് ചെറുതല്ല. ആദ്യത്തെ കാഴ്ചയിൽ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറയുന്നത് പോലെ ഷാഫി പറമ്പിലിനെ ആദ്യമായി കണ്ട വടകര അദ്ദേഹത്തെ പ്രണയിച്ചു എന്നുള്ളതാണ്. നമസ്കാരം. വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം വല്ലാത്ത രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം. മുൻപ് കാലത്തൊക്കെ അവിടെ നല്ല രീതിയിലേക്കൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളൊക്കെ ജയിച്ചു പോയിരുന്ന സ്ഥാനത്ത് ഇന്ന് ശരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അത്രയേറെ ഒരു പ്രാധാന്യം വരുന്ന രീതിയിലേക്ക് ഹൈപ്പ് വരുമ്പോൾ അത് എന്തായിരിക്കും വിനോദത്തിനൊരു കാഴ്ചപ്പാടിൽ വരിക? ഒന്ന്, ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരുടെ ഒരു നേതാവ്, ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ നിലയിൽ ഒരു ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറം പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് നടന്ന ഒരു നിയോജക മണ്ഡലമാണ് വടകര. വടകരയുടെ ഒരു പ്രാധാന്യമുണ്ട്. വലിയ തോതിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷമുള്ള നിയോജക മണ്ഡലമായിട്ട് പോയി. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയാണ്. അത് നേരത്തെ ബാബു പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. പക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ അതിനുശേഷം കെ മുരളീധരനിലൂടെ ഒക്കെ ആ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുത്ത് അത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. ആ മണ്ഡലം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് RMP പോലുള്ള പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗിനെ പോലെ യു ഡി എഫിലെ ഘടകകക്ഷികളുണ്ട്. അവരുടെയൊക്കെ ആശങ്കകൾ ഒരു ഭാഗത്തുണ്ട്. കാരണം കെ മുരളീധരൻ ഇവിടെ നിന്ന് മാറ്റുമ്പോൾ, അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ രീതിയിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ വടകരയ്ക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഷാഫി പറമ്പിലിൻ്റെ പേര് പറഞ്ഞിട്ട്. പക്ഷേ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയപ്പോൾ ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ അനിശ്ചിതത്വം അത് കാണാതെ വയ്യ. കാര്യം അത് വലിയ നാടകീയമായ ഒരു സാഹചര്യത്തിൽ ആ ഒരു സന്ദർഭത്തിലാണ് വടകരയിൽ കെ മുരളീധരൻ ചെന്നിറങ്ങിയത്. വലിയ ജനസഞ്ചയമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ലോഞ്ചിങ് ആ പ്രോഗ്രാമിൽ. പക്ഷേ കെ മുരളീധരൻ ശരിക്കും ഒരു വ്യത്യസ്തമായ രീതികൾ സ്വീകരിക്കാറുണ്ടല്ലേ അദ്ദേഹം? കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഇത്രമാത്രം ഡൈനമിക് ആയിട്ടുള്ള മറ്റൊരു കാൻഡിഡേറ്റിന് നമുക്ക് കേരളത്തിൽ, അത് ഏത് പാർട്ടിയിലാവട്ടെ, കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ എവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും അവിടെയൊക്കെ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ രീതിയിൽ തെരഞ്ഞെടുപ്പ്. പക്ഷേ അതിനോടുകൂടെ പറയേണ്ടത് ഈ തൃശ്ശൂരിൽ തന്നെ മുരളീധരൻ തോറ്റിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലം ഉണ്ടല്ലോ ശരിക്കും. ഈ പത്മജ എന്നുള്ളൊരു ആളുണ്ടല്ലോ, പത്മജയാണ് ഈ കുറെ ചുക്കാൻ വലിച്ച് കരുണാകരനെ തിരിപ്പിച്ചു വിട്ടത് എന്നുള്ള സാധനം സത്യമായിരിക്കാം. മിക്കവാറും ഇപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞ എന്താണ്, എന്നെ പിന്നിൽ നിന്ന് കുത്തിയ ഒരാളാണ് പത്മജ, എന്നും കുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞല്ലോ. അല്ല, കരുണാകരനും കെ മുരളീധരനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് കരുണാകരൻ കെ മുരളീധരനെ നേരിടാൻ വേണ്ടി രംഗത്തിറക്കിയ നേതാവാണ് പത്മജ. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. പക്ഷേ അത് സാമാന്യ ജനങ്ങൾക്ക് ആ രീതിയിലേക്ക് അന്ന് കിട്ടിയിരുന്നില്ല. KPCC പ്രസിഡന്റായി കെ മുരളീധരൻ നിൽക്കുമ്പോഴാണ് കെ കരുണാകരൻ നേരത്തെ INTUCയുടെ ഒരു യൂണിയൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരിക്കെ തന്നെ പത്മജയെ അതിൻ്റെ നേതാവാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് നേതാവായി പത്മജ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളും അതുകൂടാതെ ഗ്രൂപ്പും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്താണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കും, വടക്കാഞ്ചേരി നിയമസഭയിൽ മത്സരിക്കും. അതൊക്കെ പാർട്ടിക്ക് അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു പൂക്കാലമായിരുന്നു. ആ കാലത്ത് സംഭവിച്ചതാണ്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തത് കെ മുരളീധരനെ കവച്ചു വെക്കുന്ന ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല. ആ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും ഈ എന്താണ് പറയുക, കെ മുരളീധരൻ
പഴയ ഒരു പ്രതാപത്തിലേക്ക് വന്നു എന്ന് വേണം പറയാൻ അല്ലേ? കെ മുരളീധരന് ഈ സ്വീകാര്യതയുണ്ട്. വല്ലാത്ത രീതിയിലേക്ക് ഒരു സ്വീകാര്യത പഴയ കാലത്തുണ്ടായിരുന്നു. നോർത്ത് ഓർ സൗത്ത്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഒന്നും പ്രശ്നമല്ല. കരുണാകരന്റെ മകൻ എന്നുള്ള രീതിയിലേക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ലേ? കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിൽ അപ്പുറം അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട്, അദ്ദേഹത്തിന്റെ നിരന്തരമായ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള ഒരു സ്വീകാര്യതയുണ്ട് ജനങ്ങൾക്കിടയിൽ. എല്ലാ വിഭാഗം അവിടെയാണ് നമ്മുടെ എല്ലാ നേതാക്കൾക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാവരും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യരല്ല. അത് ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതി വിഭാഗത്തിൻ്റെയോ ഒക്കെ ഒരു സ്വാധീനമോ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെയോ ഒക്കെ നിലനിൽക്കുന്ന ആളുകളാണ് മിക്കവാറും ആളുകൾ. പക്ഷേ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ ജാതിയിൽപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് സ്വീകാര്യനാണ്. അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെയാണ് വയനാട് അന്ന് വടകരയിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് ഇറക്കിയത്. ആ മണ്ഡലം പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് നിലനിർത്താൻ, മുല്ലപ്പള്ളിയിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ വേണ്ടി ഇറക്കിയപ്പം അത് വലിയ തോതിൽ സ്വീകാര്യമാണ്. ആ നിലയിലേക്ക് ഷാഫി പറമ്പിൽ വരുമോ എന്നതായിരുന്നു ആശങ്ക. അതെ. പക്ഷേ ആ ആശങ്കയെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഷാഫി പറമ്പിൽ ആ ആശങ്കയെ ദൂരീകരിക്കുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ. ഞാൻ പറയുമ്പോൾ കെ മുരളീധരനെ കടത്തി വെട്ടുന്ന ഷാഫി പറമ്പിൽ അത്ര മോശം ട്രാക്ക് റെക്കോർഡല്ല തെരഞ്ഞെടുപ്പിലുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം പാലക്കാടൊക്കെ വല്ലാത്ത രീതിയിലേക്ക് കയറി ഇറങ്ങി ഒടുവിൽ പരാജയപ്പെട്ടു എന്ന് തോന്നിയെടുത്ത് അതിശക്തമായ നിലയിൽ അന്തിമഘട്ടത്തിൽ ലാസ്റ്റ് ലാപ്പിൽ അതിശക്തമായി തിരിച്ചു വന്ന് വിജയിച്ചയാളാണ്. നമുക്കറിയാം മെട്രോമാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലതരത്തിലുള്ള വോട്ടുമറിയലുകളും വന്ന് നടന്നിട്ടുണ്ടെങ്കിലും ഒടുവിൽ പാലക്കാട് അങ്ങനെയാണ് ഒരു ഹീറോ പരിവേഷത്തിലേക്ക് ആര് വരുന്നത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഷാഫി പറമ്പിൽ വരുന്നത്. അങ്ങനെ ഒരു ഷാഫിയെ കൊണ്ടിറക്കിയ സമയത്ത് വടകരയിൽ ഉണ്ടായ ഒരു വൈബ് ചെറുതല്ല. വടകരയ്ക്ക് ശരിക്കും ഒരു പുതിയൊരാള് വേണമെന്ന് ആശിച്ചു തുടങ്ങി വെച്ചിരിക്കും. അല്ല, അങ്ങനെ ഒരാള് നമുക്ക് അങ്ങനെ ഒരു ജനത ആരെ പെട്ടെന്ന് സ്വീകരിക്കും അങ്ങനെ ഉണ്ടല്ലോ. പ്രഥമ ദൃഷ്ടിയിൽ ഉണ്ടാകുന്ന അനുരാഗമുണ്ടല്ലോ, അതെ, ആദ്യത്തെ കാഴ്ചയിൽ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറയുന്നത് പോലെ ഷാഫി പറമ്പിലിനെ ആദ്യമായി കണ്ട വടകര അദ്ദേഹത്തെ പ്രണയിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ വടകരയിൽ നടക്കുന്നത്. ചെറുപ്പക്കാരും യുവാക്കളും കുട്ടികളും വിദ്യാർത്ഥികളും അങ്ങനെ തുടങ്ങി വമ്പിച്ചൊരു ആഘോഷമാണ്. നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ കാണുമ്പോൾ ഓരോ പ്രദേശത്തും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിലെ ജനസഞ്ചയം വലിയ തോതിലുള്ള, അത് എങ്ങനെയാണ് ആ ഒരു ആകർഷണ വലയം അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നത് അത്ഭുതം തന്നെയാണ്. അത് ഒരർത്ഥത്തിൽ വടകരയെ മാത്രമല്ല, ആ ഒരു എനർജി UDFിൻ്റെ പ്രചാരണ രംഗത്ത് കേരളത്തിൽ ഉടനീളമുള്ള സ്ഥാനാർത്ഥികൾക്ക് ആ ഒരു എൻട്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു കാൻഡിഡേച്ചറോടുകൂടി കിട്ടി എന്ന് തന്നെയാണ് ആ കാര്യം. അതോടൊപ്പം തന്നെ പറയേണ്ടത് ശൈലജ ടീച്ചർ ഒരു നിസാര കാൻഡിഡേറ്റ് അല്ല. വല്ലാത്ത രീതിയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ തവണയ്ക്ക് വല്ലാത്ത രീതിയിലേക്ക് ഭൂരിപക്ഷം ഞാൻ പേരാവൂർ സർവേ നടത്തുന്ന സമയത്ത് ശൈലജ ടീച്ചർ ഒരു സർവേ നടത്തുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് വല്ലാത്ത രീതിയിലേക്ക് ശൈലജ ടീച്ചറാണ് ഇവിടെ ജയിക്കുക, ലക്ഷങ്ങൾ ഭൂരിപക്ഷമുണ്ട് എന്ന് ഓപ്പണായിട്ട് പറയുന്ന ആളുകൾ. അപ്പം അത്തരം രീതിയിലേക്കുള്ളൊരു കാൻഡിഡേറ്റ് കൂടെയാണ് ശരിക്കും. പക്ഷേ ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തി ഒരു കാരണവശാലും പ്രേക്ഷകർ വിചാരിച്ചില്ല ശരിക്കും അത്ര ഹൈപ്പ് ഉണ്ടാവുന്നില്ല. ആ രീതിയിലേക്ക് ഒരു ഹൈപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കെ മുരളീധരൻ്റെ കാര്യം ആലോചിക്കുമ്പം എതിർപക്ഷത്ത് സുനിൽകുമാറാണ്. അതും വലിയൊരു ഘടകം തന്നെയാണ്. സുനിൽകുമാർ എന്താണ് തൃശ്ശൂർക്കാരെ നന്നായി അറിയുന്ന സുനിൽകുമാർ. അപ്പോൾ ആ സുനിൽകുമാറിനെയും മറികടക്കുക എന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ ഇലക്ഷന് ശേഷമായിരിക്കും ജനങ്ങൾ വിധി എഴുതുക, അല്ല ഇലക്ഷൻ സമയത്തായിരിക്കും ജനങ്ങൾ വിധി എഴുതുക. അപ്പോൾ നന്ദി, നമസ്കാരം.